എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ട്, അവർ BSc നഴ്സിംഗ് കഴിഞ്ഞു. നഴ്സിംഗുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് സർവീസിൽ അവർ എൻ്റർ ചെയ്തു. ആ സമയത്താണ് അവർക്ക് MBBSലോട്ട് പോകാൻ ആഗ്രഹം. വയസ്സാണെങ്കിലോ 35 അടുക്കുന്ന സമയം. സ്റ്റിൽ ഹലോ ഡിയേഴ്സ്, നീറ്റ് എന്ന് പറയുമ്പോൾ പലരെ സംബന്ധിച്ചും അത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ജേണിയാണ്. എന്തുകൊണ്ടാണ് നീറ്റ് ഇത്രമാത്രം ഇമോഷണൽ ആകുന്നത്? കാരണം അത് വിജയിച്ചവരുടെ മാത്രം കഥയല്ല. പരാജയത്തെ എല്ലാം അതിജീവിച്ച് വിജയത്തിലോട്ട് കടന്നു വന്നവരുടെ അതിജീവനത്തിന്റെ കഥയാണ്. അതുകൊണ്ടാണ് നീറ്റ് ജേണി പലരെ സംബന്ധിച്ചും വളരെ ഇമോഷണൽ ആകുന്നത്. നീറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് അതിജീവനത്തിന്റെ കഥകളാണ്. ആ കഥകളിലോട്ട് നമുക്ക് പോകാം. അതിനു മുന്നേ നീറ്റ് 2026മായി ബന്ധപ്പെട്ട് ഓൾറെഡി 1 ഇയർ ഡ്രോപ്പ് എടുത്തു, അല്ലെങ്കിൽ 2 വർഷം ഡ്രോപ്പ് എടുത്തു, ഇനി ഒരു ചാൻസ് കൂടി എടുക്കണോ എന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. അതിന്റെ താഴെ പല സ്റ്റുഡൻസിന്റെയും കമന്റുകൾ എനിക്ക് കാണാൻ സാധിച്ചത് 3 അല്ലെങ്കിൽ 4 വർഷമൊക്കെ ഡ്രോപ്പ് എടുത്തു, ഇപ്പോഴും എത്തി നിൽക്കുന്നത് ആ ഒരു മാർജിനിലാണ്, ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിലാണ്. അതിനകത്ത് ആ ഒരു കമന്റ് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിലോട്ട് വന്നത് ഈ ഒരു പിക്ചറാണ്. ഒരുപാട് വർഷത്തെ എഫേർട്ടുകളുടെ ഫലമായിട്ട് ഫൈനലി നമ്മൾ ആഗ്രഹിച്ചതിൻ്റെ ആ ഒരു തൊട്ടടുത്ത് വരെ എത്തിയിട്ട്, നമ്മുടെ കൈ അകലെ എന്ന് പറയുന്ന ദൂരത്ത് എത്തിയിട്ട് നമുക്കത് കിട്ടാണ്ട് തിരിച്ചു നടക്കുമ്പോഴുള്ള ആ ഒരു ഫീല്, അതൊരു വല്ലാത്ത നിരാശയുടെ ഫീലിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നീറ്റ് ആ ഒരു സ്വപ്നം കണ്ടിറങ്ങുന്നവർ വീണ്ടും ഒരു ചാൻസ് കൂടി എടുത്ത് അതിൻ്റെ പിറകെ പോകുന്നത്. അല്ലാണ്ട് അതൊരു ലൂപ്പായിട്ടോ ട്രാപ്പായിട്ടോ അല്ല. നിങ്ങൾ നോക്കൂ, എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ്, എത്ര വർഷങ്ങൾ എഫേർട്ട് എടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ തൊട്ടരികെ വരെ എത്തിയിട്ട് തിരിഞ്ഞു നടക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് പലർക്കും അതിന് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് എൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ അതിൻ്റെ ആ ഒരു തൊട്ടരികെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ കേപ്പബിൾ ആണ്, നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, ബേസ് നിങ്ങളുടെ സ്ട്രോങ് ആണ്, ഇനി ഇതിലും താഴോട്ടേക്കൊന്നും നിങ്ങൾ പോകില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഹൈലി പാഷനേറ്റ് ആണ്. നിങ്ങളുടെ ആ ഒരു സ്വപ്നം നേടിയെടുക്കുന്നതിന് 100% എഫേർട്ട് ഇടാൻ റെഡിയാണെങ്കിൽ യു ചേസ് യുവർ ഡ്രീംസ് എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയുവാനുള്ളത്. നീറ്റുമായി ബന്ധപ്പെട്ട ട്രിക്കുകളാണ് നമ്മുടെ ചാനലിൽ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നീറ്റ് 2026 പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നീറ്റ് എന്ന് പറഞ്ഞാൽ 1 ഇയർ ജേണിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മോട്ടിവേഷനും ആ ഒരു മെന്റൽ സ്ട്രെങ്ത് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരുപാട് സ്റ്റുഡൻസ് അതിനകത്തുണ്ട്. അപ്പം ട്രിക്കുകൾ നീറ്റിൻ്റെ പെട്ടെന്ന് വേഗത എന്ന് പറയുന്നത് നീറ്റിൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കുകളും നമ്മൾ ഇതിനകത്ത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ നമ്മൾ പറഞ്ഞ അതിജീവനത്തിൻ്റെ കഥകളിലോട്ട് പോകുമ്പോൾ നോക്കൂ, 178 ഫസ്റ്റ് വന്നത്. പിന്നീട് 521 പെട്ടെന്ന് തന്നെ വലിയ ഒരു ഹൈക്ക് വന്നു. പക്ഷേ നെക്സ്റ്റ് ഇയർ സംഭവിച്ചത് നോക്കൂ, ഏതൊരാളും തകർന്നു പോകുന്ന ഒരു കാര്യമാണ്. എയ്തർ OMR ഫില്ല് ചെയ്തപ്പോൾ വന്ന പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ അതിനകത്ത് പഠിക്കാൻ സാധിക്കാതെ ഇരിക്കുകയോ എന്തെങ്കിലും ആകാം. എനിവേ അതിനകത്ത് സംഭവിച്ചത് 287 എന്ന് പറയുന്ന ഒരു ലോ സ്കോറാണ്. പക്ഷെ അവിടെ ആരും തളർന്നു പോകുന്ന ഒരു സ്കോർ. പക്ഷേ അവിടെ അവർ വിജയിച്ച് വന്ന അതിജീവനത്തിൻ്റെ കഥയാണ്. 647 നീറ്റ് ക്രാക്ക് ചെയ്തു. ഇതുപോലെ നമ്മൾ നേരത്തെ ആ ഒരു വീഡിയോയിൽ വളരെ സ്കോർ കുറഞ്ഞവരെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ സ്കോർ വളരെയധികം കുറവുള്ള 221 കണ്ടോ, വീണ്ടും 1 ഇയർ എടുത്തിട്ട് 259. പക്ഷേ 489 പടിപടിയായി കയറി വന്നു. ഓരോ വർഷവും 100ഉം അല്ലെങ്കിൽ 150ഉം ഒക്കെ അതിനകത്ത് കയറി വന്നിട്ട് ഫൈനലി അവർ ആഗ്രഹിക്കുന്ന ആ ഒരു സീറ്റിലോട്ട് എത്തുന്നു. അതിനകത്ത് നീറ്റിൽ ഇപ്പം നിങ്ങളുടെ സ്കോർ വളരെ ലോ ആണെങ്കിൽ നിങ്ങൾ ബേസിക് അത്രത്തോളം സ്ട്രോങ് അല്ല. ഫിസിക്സ് അതുപോലെ ഫിസിക്കൽ കെമിസ്ട്രി ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ അതിനകത്ത് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബേസിക്സ് അക്കാര്യത്തിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു 1-to-1 ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് വളരെ കുറഞ്ഞ സ്റ്റുഡൻസിന് മാത്രമാണ് ആ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആവുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബേസിക്സ് നിങ്ങൾ നീറ്റ് ഇപ്പം മറ്റ് കോച്ചിങ്ങിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ബേസിക്സ് സ്ട്രോങ് ആക്കാനും, ഇനിയിപ്പോൾ ഓൾറെഡി നിങ്ങൾ കോച്ചിങ്ങിന് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ബേസിക്സ് സ്ട്രോങ് ആക്കാനും, അതുപോലെ ഫിസിക്സ് അല്ലെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി ഒക്കെ അല്ലെങ്കിൽ കെമിസ്ട്രി അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ ആ ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനും ഒക്കെ ആയിട്ട് 1-to-1 മെൻറ്റർഷിപ്പ് എന്നുള്ള രീതിയിൽ നമ്മളൊരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് പേർക്കാണ് സൗകര്യം. അപ്പം നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ എൻ്റർ ചെയ്ത് എന്നോട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് എൻ്റെ വാട്സാപ്പ് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കാരണം ആ ഒരു ബേസ് നിങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ, പെട്ടെന്ന് ആ ഒരു 500 നിങ്ങൾക്ക് എത്താൻ സാധിച്ചാൽ, പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കൂടുതൽ ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നീറ്റ് ക്രാക്ക് ചെയ്യാവുന്നതാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. കാരണം എവിടെയാണ് സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് അതിനകത്ത് കൃത്യമായി നിങ്ങൾക്ക് ആ ഒരു ഡാറ്റ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ ഒരു 500 എത്തുന്നവരെയാണ് ഒരുപാട് അറ്റംപ്റ്റ് എടുക്കുന്നത്. 500 എത്തിക്കഴിഞ്ഞാൽ ബേസ് സ്ട്രോങ് ആയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് 1 ഇയർ കൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പലർക്കും സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർ 500 വരെ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് എത്തിക്കാൻ സാധിച്ചാൽ ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നീറ്റ് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സൗകര്യം നമ്മൾ അവൈലബിൾ ആക്കുന്നത്.
അപ്പോൾ നീറ്റ് എന്ന് പറയുമ്പം തോൽവികളുടെ തുടർക്കഥയിൽ നിന്നും വിജയത്തിലോട്ട് വന്ന കഥകളാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കോർ ഇപ്പോൾ എന്താണ് എന്നതല്ല, അതിനപ്പുറം നിങ്ങൾ അതിനെ ചേസ് ചെയ്യാൻ വർഷങ്ങളോളം കാത്തിരുന്നാലും അതിനെ പിറകെ പോകാൻ റെഡിയാണെങ്കിൽ, നിങ്ങളുടെ പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് റിസൾട്ട് കിട്ടുമെന്നാണ് നീറ്റിനകത്തെ അതിജീവനത്തിൻ്റെ കഥകളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അത് നിങ്ങളാണ് പിന്നെ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ എന്ന വ്യക്തിയാണ് അതിനകത്ത് ഡിസിഷൻ എടുക്കേണ്ടത്. മറ്റാരുടെയും ഡിസിഷൻ അല്ല നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്. നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുന്നത് നിങ്ങൾക്കായിരിക്കും. അതുകൊണ്ട് തന്നെ